സുഹൃത്തുക്കളെ, ഞാൻ ഡോക്ടർ കെ ആർ ഷാജി, ആസ്റ്റർമിംസ് കോട്ടക്കലിലെ ന്യൂറോ സർജൻ. ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നത് ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന ഒരു അസുഖത്തെക്കുറിച്ചാണ്. അതായത് നടുവേദന. നടുവേദന അനുഭവിക്കാത്ത ജനങ്ങൾ ഉണ്ടാകാറില്ല എന്നാണ് നമ്മൾ പൊതുവെ പറയാറുള്ളത്. അതിൽ ചിലർക്കെങ്കിലും നടുവേദനയുമായി ബന്ധപ്പെട്ട് സീരിയസ് ആയിട്ടുള്ള പ്രോബ്ലംസും അസുഖങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അവരുടെ അസുഖം ഭേദമാക്കുന്നതിന് വേണ്ടി നമുക്ക് ഓപ്പറേഷൻ ആവശ്യമായും വരാറുണ്ട്. പ്രധാനമായും നടുവേദനയോടനുബന്ധിച്ച് ഓപ്പറേഷന് വിധേയമാകേണ്ട രോഗികൾ ഡിസ്ക് അസുഖങ്ങളാണ്. ഡിസ്ക് പുറത്തേക്ക് തള്ളി വരികയും അത് ഞരമ്പിന്മേൽ പ്രഷർ ചെലുത്തുകയും ചെയ്യുമ്പോഴാണ് പലപ്പോഴും നമുക്ക് നടുവേദനയും അതിനോട് അനുബന്ധിച്ചുള്ള കാലുവേദനയും ഉണ്ടാകാറുള്ളത്. ഇത് നമ്മൾ എങ്ങനെയാണ് കണ്ടെത്തുക എന്നാൽ MRI പോലുള്ള നൂതനമായ ഡയഗ്നോസ്റ്റിക് മെറ്റീരിയൽസ് ഉള്ളതുകൊണ്ട് നമുക്ക് അത് കൃത്യമായി അസുഖത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇത് ഡിസ്ക്കാണ്. ആ ഡിസ്ക് എവിടെ നിന്നാണ് പുറത്തേക്ക് തള്ളി വന്നിട്ടുള്ളത്, എത്രമാത്രം പുറത്തേക്ക് തള്ളി വന്നിട്ടുണ്ട്, അത് ഞരമ്പിനെ എത്രമാത്രം പ്രസ് ചെയ്യുന്നുണ്ട്, അത് ഞരമ്പിനെ എത്രമാത്രം ഡാമേജ് ചെയ്യാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യങ്ങൾ എല്ലാം നമുക്ക് ഒരു MRIയിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കും. ഈ MRIയുടെ സഹായത്താലാണ് ഏത് രോഗിക്കാണ് നമുക്ക് ഓപ്പറേഷൻ വേണ്ടത് എന്ന് തീരുമാനിക്കാൻ സാധിക്കുക. ഇനി നമുക്ക് ഓപ്പറേഷനിലേക്ക് വരാം. ഇതുവരെയായി നമ്മൾ ചെയ്തു വന്നിരുന്ന ഓപ്പറേഷൻ നടുവിന് പുറകിലായി ഒരു വലിയ മുറിവുണ്ടാക്കി നമ്മൾ നട്ടെല്ലിന്റെ കുറച്ച് ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞ് ഡിസ്ക് നമ്മൾ പുറത്തേക്ക് തള്ളി വന്നിട്ടുള്ള ഡിസ്ക് എടുത്തു കളയുക എന്നുള്ളതാണ്. പിന്നീട് അത് പുരോഗമിച്ച് മൈക്രോ ഡിസ്കക്ടമി എന്ന ചെറിയ മുറിവോടുകൂടി ചെയ്യാവുന്ന ഒരു ഓപ്പറേഷനായി മാറി. ഇപ്പോൾ പുതിയതായിട്ട് നമുക്ക് എന്താണ് പറയാനുള്ളതെന്ന് വെച്ചാൽ പുതിയൊരു ടെക്നിക്കാണ് PELD, പെർക്യൂട്ടേനിയസ് എൻഡോസ്കോപ്പിക് ലംബാർ ഡിസ്കക്ടമി. ഇത് നമ്മൾ ചെയ്യുന്നത് നട്ടെല്ലിന്റെ മുകളിലല്ല, അതിന് പകരം സൈഡിലായിട്ടാണ്. വലതുഭാഗത്തെ പ്രോബ്ലം ആണെങ്കിൽ വലത്ത് സൈഡിലും, ഇടതുഭാഗത്തെ പ്രോബ്ലം ആണെങ്കിൽ ഇടത് സൈഡിലുമായി ചെറിയ വളരെ നേരിയ ഒരു എൻഡോസ്കോപ്പ് എന്ന ഉപകരണത്തിന്റെ സഹായത്തോടുകൂടി നമ്മൾ ഡിസ്ക് എവിടെയാണോ നമ്മുടെ ഡിസ്ക് പുറത്തേക്ക് തള്ളി വന്നിട്ടുള്ളത് അതിന് അടുത്തായി ഈ എൻഡോസ്കോപ്പ് CT സ്കാനിന്റെയോ അല്ലെങ്കിൽ എക്സ്റേയുടെയോ സഹായത്താൽ ഡിസ്കിലേക്ക് എത്തിക്കുകയും അവിടെ നിന്ന് ഈ ഡിസ്ക് ഏത് മാർഗത്തിൽ കൂടെയാണ് പുറത്തേക്ക് വന്നിട്ടുള്ളത് ആ മാർഗം കണ്ടുപിടിച്ച് അതിലൂടെ ഈ ഡിസ്ക് നമുക്ക് സാവധാനം പുറത്തേക്ക് കളയാനായിട്ട് സാധിക്കും. ഇതാണ് നൂതനമായ ഈ PELD എന്ന പുതിയ ടെക്നിക്ക്. ഇതിന്റെ അഡ്വാൻറ്റേജ്, ഇതിന്റെ ഗുണങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ രോഗിയെ അനസ്തേഷ്യയ്ക്ക് വിധേയമാക്കുന്നില്ല, ധരിപ്പിച്ചിട്ടാണ് നമ്മൾ സാധാരണയായി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ രോഗി ഓപ്പറേഷൻ സമയത്തെല്ലാം ഉണർന്നിരിക്കുന്നത് കൊണ്ട് നമ്മൾ ഏതെങ്കിലും ഒരു വേദനയുള്ള ഭാഗത്ത് തൊടുകയോ നമ്മൾ ഏതെങ്കിലും ഒരു വേദനയുള്ള ഭാഗം നീക്കം ചെയ്യാൻ ശ്രമിക്കുകയോ ചെയ്യുമ്പോൾ രോഗിക്ക് നമ്മളോട് പറയാൻ സാധിക്കും, സാർ എനിക്ക് അവിടെ വേദനയുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ ആ ഭാഗത്ത് എന്തെങ്കിലും പുതിയതായി എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടെങ്കിൽ അതുകൂടി ഇതിനോടൊപ്പം നീക്കം ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഇത് വളരെ നേരിയ ഒരു എൻഡോസ്കോപ്പ് മാത്രം കടത്തിയിട്ടുള്ള ഒരു ചികിത്സയായതുകൊണ്ട് ബ്ലഡ് നമുക്ക് അധികം നഷ്ടപ്പെടുന്നില്ല. അത് രണ്ടാമത്തെ ഏറ്റവും വലിയ ഉപകാരമാണ്. അതുപോലെ തന്നെ നമ്മൾ മധ്യത്തിലൂടെ പോയി എല്ലിനെയും ലിഗമെന്റ്സിനെയും നീക്കം ചെയ്തിട്ടാണ് ഡിസ്കിന്റെ അടുത്തേക്ക് അപ്രോച്ച് ചെയ്യുന്നത്. അങ്ങനെ പോകുമ്പോൾ നമുക്ക് കുറച്ചൊക്കെ നട്ടെല്ലിന്റെ ഭാഗങ്ങൾ, എല്ലിന്റെ കുറച്ച് ഭാഗങ്ങളെങ്കിലും നമുക്ക് നീക്കം ചെയ്യേണ്ടതായിട്ട് വരാറുണ്ട്. സാധാരണയായി നമ്മൾ ബാക്കിൽ കൂടെയാണ് ചെയ്യുന്നതെങ്കിൽ ഇങ്ങനെ പോകുമ്പോൾ ഡിസ്ക് എന്ന് പറയുന്നത് ഈ റെഡ് ആയിട്ട് കാണുന്ന ഭാഗമാണ്. ഇവിടേക്ക് എത്താൻ വേണ്ടിയിട്ട് ഇത്രയും നമുക്ക് ബോൺ റിമൂവ് ചെയ്താലേ നമുക്ക് അങ്ങോട്ട് ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ. അതാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ ഈ പുതിയ രീതിയിൽ നമ്മൾ അപ്രോച്ച് ചെയ്യുന്നത് സൈഡിലേക്കാണ്. നേരെ ഈ എല്ലിനെ ഒന്നും തൊടാതെ നേരെ ഈ ഡിസ്ക് പുറത്തേക്ക് വന്നിട്ടുള്ള ഭാഗത്ത് ലാൻഡ് ചെയ്ത് അതിനെ നമ്മൾ റിമൂവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ എല്ലിന് ഭാവിയിൽ സംഭവിക്കാവുന്ന ഇൻസ്റ്റെബിലിറ്റി, അതായത് ഇളക്കം നമുക്ക് ഏറ്റവും പരമാവധി കുറയ്ക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഇത് വളരെ ചെറിയ ഒരു ഓപ്പറേഷൻ ആയതുകൊണ്ടും ജനറൽ അനസ്തീഷ്യ കൊടുക്കാത്തത് കൊണ്ടും ഇതേ രോഗിയെ അതേ ദിവസം തന്നെ നടത്തിക്കാനും വീട്ടിലേക്ക് ഡിസ്ചാർജ് ചെയ്യാനും സാധിക്കുന്നതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട 2 ഉപകാരങ്ങൾ നിങ്ങൾ എന്നോട് ചോദിക്കുകയാണെങ്കിൽ, ഒന്ന് അനസ്തീഷ്യ കൊടുക്കുന്നില്ല, ബ്ലഡ് ലോസ് കുറവാണ്, എല്ല് നമ്മൾ മുറിച്ചു മാറ്റുന്നില്ല,
അതുപോലെ തന്നെ വൈറ്റലായിട്ടുള്ള സ്ട്രക്ചേഴ്സ് ഒന്നും തന്നെ മാറ്റുന്നില്ല. ഇൻസ്റ്റെബിലിറ്റിയുടെ സാധ്യത കുറവാണ്. പുറമേ നിന്നും നമ്മൾ അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ ഇൻസ്റ്റെബിലിറ്റി വരാതിരിക്കുന്നതിന് വേണ്ടി നമുക്ക് പിന്നീട് അത് സ്ക്രൂ ബോൾട്ടുകളിട്ട് മുറുക്കേണ്ടതായിട്ട് വരും. അങ്ങനെയുള്ള ഒരു വലിയ സർജറി നമുക്ക് ഇതിലൂടെ ഒഴിവാക്കാനായിട്ട് സാധിക്കും. ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതലായിട്ട് എന്തെങ്കിലും സംശയങ്ങളോ ആവശ്യങ്ങളോ നിങ്ങളുടെ സംശയങ്ങളോ നിങ്ങൾക്ക് ഞങ്ങളോട് നേരിട്ട് ചോദിക്കാവുന്നതാണ്. ആശുപത്രിയുമായി ബന്ധപ്പെടുക. നന്ദി, നമസ്കാരം.